السلام عليكم ورحمة الله وبركاته. أنت الحسينية والحسنية كنت معا أبا وأما شريفين قد اجتمعا. ഖുതുബിയത്തിൽ നമ്മളൊക്കെ ചൊല്ലുന്ന ബൈത്താണത്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് നമ്മൾ പറയാണ്, തങ്ങളെ രണ്ട് വഴിയും, ഉമ്മ വഴിയും ബാപ്പ വഴിയും തങ്ങളാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു വഴിയിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് മറ്റൊരു വഴിയിലും തങ്ങളുടെ പിതൃപരമ്പരയും മാതൃപരമ്പരയും ചെന്ന് ചേരുന്നുണ്ട്. അവിടുത്തെ കറാമത്തുകൾ പറയാതെ, അവിടുത്തെ മഹത്വം പറയാതെ, അവിടുത്തെ പേര് കേൾക്കുമ്പോഴേക്ക് നമുക്കറിയാം വലിയ മഹാനാണെന്ന്. എങ്ങനെയാണ് അവർ ഇത്രമാത്രം പവിത്രതയിലെത്തിയത്? വാപ്പയും ഉമ്മയും അതുപോലെ പിതൃപരമ്പരയിലും മാതൃപരമ്പരയിലുള്ള ആളുകൾ സ്വലാഹിയത്തിന്റെ അഹ്ലുകാരായപ്പോ, നല്ല മനുഷ്യരായപ്പോ, വിശ്വാസ വിഷയത്തിൽ ദൃഢമായ കാഴ്ചപ്പാടുകളുമായി ഇബാദത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിച്ചപ്പോ അവർക്ക് പിറന്ന മക്കൾ അവർ വലിയ മഹാന്മാരായി തീർന്നു. ഇന്നത്തെ കാലത്ത് അത്തരം ഒരു ഉലമാഇനെ, ഔലിയാക്കളെ, മഹാന്മാരെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു പരമ്പര ഇന്ന് അവശേഷിക്കുന്നില്ല. നമ്മുടെ മക്കൾ സ്വാലിഹാകണമെന്നും മക്കൾ നന്നാവില്ലെന്നും അല്ലെങ്കിൽ മക്കൾ അനുസരിക്കുന്നില്ലെന്നും പരാതി പറയുന്നതിന് പകരം ആദ്യം നമ്മളൊന്ന് ആത്മീയമായി നന്നാവുകയും അല്ലാഹുവിലേക്ക് അടുക്കുകയും മക്കളെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്വാലിഹീങ്ങളായ, മഹത്തുക്കളായ, ആലിമീങ്ങളായ, ഹാഫിളീങ്ങളായ മക്കളെ ലഭിക്കും. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ.